ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അങ്ങനെ കിരണിൻ്റെ ഫോണിലേക്ക് ആ റിസൾട്ട് വരുന്നുണ്ട്. ഉടൻ തന്നെ ആദർശിനും നാനയെയും കാണിക്കുന്നുണ്ട്. ആദർശും നാനയും അത് കണ്ടിട്ടൊന്ന് ഞെട്ടുന്നുണ്ട്. അവരെ സംശയം സത്യമായിരുന്നു. അഭി തന്നെയായിരുന്നു ആ കുഞ്ഞിൻ്റെ അച്ഛൻ. അപ്പോൾ ഉടൻ തന്നെ നാന പറയുന്നുണ്ട്, കണ്ടോ ആദർശേട്ടാ, ഇപ്പോൾ മനസ്സിലായില്ലേ കാറ് തടന്ന് ആരാണ് ആ DNA ടെസ്റ്റ് മോഷ്ടിച്ചതെന്ന്. അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, അഭി തന്നെയാണല്ലേ ആദർശ ആ കുഞ്ഞിൻ്റെ അച്ഛൻ? അതെ, അഭി തന്നെയാ. അവൻ ചെറുപ്പം മുതലേ അങ്ങനെയാ, ഒരു നന്ദി സ്നേഹവും ഇല്ലാത്തവനാണ്. അവൻ്റെ അമ്മ പഠിപ്പിച്ചതല്ലേ അവന് ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും. ആ അമ്മയും മോനും എപ്പോഴും ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും. ഈ സമയത്ത് നാന പറയുന്നുണ്ട്, കിരണേട്ടാ, രണ്ട് മൂന്ന് മാസമായിട്ട് എൻ്റെ ചേച്ചിയോട് അവന് വല്ലാതൊരു സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ചേച്ചിയുടെ മനസ്സ് മൊത്തം അവൻ കീഴടക്കിയിരിക്കുക. എന്തായാലും അവൻ്റെ ഉദ്ദേശം ഇത് തന്നെയായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഈ സമയത്ത് കിരൺ പറയുന്നുണ്ട്, അവൻ കൊള്ളാലോ ആദർശേ. നിനക്കറിയോ, ഞാനന്ന് മുത്തശ്ശൻ വിളിച്ചിട്ട് പോയപ്പോൾ അവൾ അന്ന് ഹോസ്പിറ്റലാണ്. ഉടൻ തന്നെ അഭിയും ഞങ്ങളുടെ പിന്നാലെ വന്നു. അവൾ മരിച്ചു എന്നറിഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തെ ഭാവമാറ്റം ഞാൻ ശ്രദ്ധിച്ചതാ. അവിടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവിടെ ഭിത്തിയിലൊക്കെ എൻ്റെയും ആ പെണ്ണിൻ്റെയും ഫോട്ടോസൊക്കെ ഒട്ടിച്ചിരിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ കുട്ടിയുണ്ടല്ലോ ചന്തുമോള്, എന്നെ കെട്ടിപ്പിടിച്ച് അച്ഛ എന്ന് വിളിച്ചു. ആ കുട്ടിയുടെ മനസ്സ് വരെ അവൻ മാറ്റിയിരിക്കുകയാണ്. അവൻ്റെ ആ നാടകം ഞാൻ അവസാനിപ്പിച്ച് കൊടുക്കാം. അവന് ഇതിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് എത്ര പൈസ അടിച്ചു മാറ്റിയെന്ന് നിനക്കറിയാമോ? എന്തായാലും DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടിയല്ലോ, അത് തന്നെ സമാധാനം. നീ ഇത് എല്ലാവരുടെയും മുന്നിൽ പോയി കാണിക്ക്. എന്നിട്ട് ആ അബിയുടെ മുഖംമൂടി വലിച്ചു കീറി. എന്നിട്ട് അനന്തപുരിയിൽ നിന്ന് അവനെ പുറത്താക്ക്. ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ അമ്മയെ കൊണ്ട് ഈ റിസൾട്ട് കാണിക്കുക എന്നതാണ്. എൻ്റെ അമ്മ ഒട്ടും വിശ്വസിക്കുന്നില്ല എന്നെ. എൻ്റെ അമ്മ ഇങ്ങനെ എന്നെ വെറുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. നമുക്കിപ്പോൾ എന്നെ കണ്ണിന് നേരെ കണ്ടുകൂടാത്ത അവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് ഈ റിസൾട്ട് ഞാൻ അമ്മയെ കൊണ്ട് കാണിക്കട്ടെ. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, എന്തായാലും സന്തോഷമല്ലോ, അഭിക്കിട്ടുള്ള പണി നമുക്ക് രണ്ടുപേർക്കും കൂടി കൊടുക്കാം. എന്തായാലും നീ അമ്മയെ പോയി കാണിക്കുക എന്ന് പറയുന്നുണ്ട്. അവനെ കൈകാര്യം ചെയ്യാൻ ഞാൻ തന്നെ മതി കിരണേ, അവനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഏതായാലും അമ്മയെ പോയിട്ട് റിസൾട്ട് കാണിക്കട്ടെ. അങ്ങനെ ആദർശം ചെയ്യുന്നുണ്ട്. നാനയെ കൂട്ടി അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ദേവയാനി സെൻട്രൽ ഹാളിൽ സോഫയിൽ ഇരുന്നിട്ടുണ്ടാവും കേട്ടോ. ആദർശിനെ കണ്ട ഉടൻ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അമ്മേ ഒരു സെക്കൻഡ്, അമ്മ എവിടെ നിന്നേ? എന്താ ആദർശേ, നിനക്ക് നാണമില്ലേ നാനെ? ഇവനെയും കൂട്ടി ഇങ്ങനെ കറങ്ങി നടക്കാൻ. ഞാനാണെങ്കിൽ ഇവനെ ഡിവോഴ്സ് ചെയ്ത് എൻ്റെ പാട്ടിന് പോയേനെ. ആദർശേ, ഇവളെ പോലെ ഒരു ഭാര്യയെ കിട്ടിയത് നിന്റെ ഭാഗ്യ. അതുകൊണ്ടാ നീ ഇപ്പോഴും അഴിഞ്ഞാടി നടക്കുന്നത്. അമ്മ കുറച്ച് സമയമൊന്നും മിണ്ടാതിരിക്കെ, ഞാനൊന്ന് കാണിച്ചു തരാം. അത് കണ്ടിട്ട് അമ്മ സംസാരിച്ചോ. അപ്പോൾ ഫോണിലുള്ള DNA ടെസ്റ്റിൻ്റെ കോപ്പി എന്ത് ചെയ്യുന്നുണ്ട്, അവരെ പ്രിൻ്റ് എടുത്തിട്ട് ദേവയാനെ കാണിക്കുന്നുണ്ട്. ഇതൊന്നും നോക്കിയിട്ട് അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. എന്താ ഇത് എന്ന് പറഞ്ഞ് ദേവയാനെ അത് തുറന്നു നോക്കുകയാണ്. ആ റിസൾട്ട് കാണുമ്പോൾ ദേവയാനൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്തുമോളുടെ സാമ്പിളും അബിയുടെ സാമ്പിളും മാച്ചിങ് ആണെന്ന് സത്യം കണ്ടിട്ട് ദേവയാനി ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശിനോട് ചോദിക്കുന്നുണ്ട്, മോനെ ഇത് സത്യമാണോ? സത്യമാണമ്മേ. അവൻ ഇവിടെയുള്ളവരെയൊക്കെ വിഡ്ഢിയാക്കുമായിരുന്നു. അവൻ മറ്റുള്ളവരെ മുമ്പിൽ എന്നെ കൊച്ചാക്കുമായിരുന്നു. അവനാണ് അനഘയെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞത്. അവൻ അനഘയെ മാത്രമല്ല ഒരുപാട് പെമ്പിളേറെ ചതിച്ചിട്ടുണ്ട്. അതിൽ പെട്ടുപോയത് നവ്യയാണ്. നമ്മൾ ചന്തുമോളുടെയും അബിയുടെയും മുടിയെടുത്ത് DNA ടെസ്റ്റിന് അയച്ചിരുന്നു. ഇത് കേട്ടതോടെ ദേവയാനി പറയുന്നുണ്ട്, മോനെ ആദർശേ, സോറി, എന്നോട് ക്ഷമിക്കണം നിന്നെ തെറ്റിദ്ധരിച്ചതിന്. മോനെ, നാനെ വിശ്വസിച്ചിട്ട് പോലും ഞാൻ നിന്നെ വിശ്വസിച്ചില്ലല്ലോ, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, സാരമില്ലമ്മേ. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആർക്കായാലും അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. അമ്മയെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. എന്തായാലും അമ്മ എന്നെ മനസ്സിലാക്കിയല്ലോ, എനിക്കത് തന്നെ സന്തോഷം. ഈ വീട്ടിലെ എല്ലാവരും ഈ റിസൾട്ട് ഞാൻ കാണിക്കണം. ആദ്യം തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പോയി കാണിക്കട്ടെ. എന്നിട്ട് അബിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും. ഇനി എന്തായിരിക്കും അബിയുടെ അവസ്ഥ? അനന്തപുരിയിൽ അബിക്ക് സ്ഥാനമുണ്ടാവുമോ? തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.